രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ കൈത്താങ്ങാകേണ്ട കേന്ദ്ര സർക്കാർ കൈമലർത്തുമ്പോൾ അതിന് കൈകൊടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്നവരാണ്. ഏഷ്യാനെറ്റിൻ്റെ അന്വേഷണം എന്നുള്ള സിന്ധു സൂര്യകുമാറിൻ്റെ പരമ്പര മുൻനിർത്തി നമുക്കും ഒരു അന്വേഷണം നടത്താം. 14 മൃതദേഹങ്ങൾ അതാരുടേതാണ് എന്നറിയാതെ ഇപ്പോഴും നാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ 96 ശരീരഭാഗങ്ങളുടെയും 14 മൃതദേഹങ്ങളുടെയും DNA പരിശോധന ഇതുവരെ പൂർത്തിയായിട്ടില്ല. ആ മേഖലയിലുള്ള ആരുടെയൊക്കെയോ ഉറ്റവരും ഉടയവരും ബന്ധുക്കളുമൊക്കെയാണ് ഇവർ. അത് മക്കളാകാം, രക്ഷകർത്താക്കളാകാം. ഇവിടെ 178 മൃതശരീരങ്ങളും 2 മൃതശരീര ഭാഗങ്ങളും മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ ഐഡന്റിഫൈ ചെയ്തതിനേക്കാൾ ഒരുപാട് മൃതദേഹങ്ങൾ പിന്നീട് ഐഡന്റിഫൈ ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അഴുകിത്തുടങ്ങിയ മൃതദേഹങ്ങളിൽ നിന്ന് DNA എളുപ്പമല്ല കണ്ടെത്താനായിട്ടുള്ളത്. എന്നാൽ അത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്രമങ്ങളിൽ പെടുന്നതുമാണ്. ഏതാണ്ട് ഒരു 3-3.25 കൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടൽ കൂടി ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴേ മുഴുവനായും പറയേണ്ടതുണ്ട്. അതെ, മുഴുവനായി തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആദ്യ എപ്പിസോഡാണ്. കൃത്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജ്യം തന്നെ സംസാരിക്കും. അതിൻ്റെ ആദ്യ അനുഭവം ഇത് സിന്ധു സൂര്യകുമാറിന് ഇല്ലാത്തതാണ്. നിങ്ങളവിടെ പോയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ഇത്രയേറെ പേർ ഒരേ സമയം ഒരു ചെറിയ 3 ഗ്രാമങ്ങൾക്കിടയിൽ മരണപ്പെട്ട ഒരു അനുഭവം സമീപ ഭൂതകാലത്തൊന്നും കേരളത്തിലില്ല, സൗത്ത് ഇന്ത്യയിലില്ല, ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ എത്തിച്ചേർന്ന് മിനിറ്റുകൾക്കകം ഞങ്ങൾ നിൽക്കെ 3ാമത്തെ ഉരുൾപൊട്ടുകയാണ്. ഞങ്ങൾ നിൽക്കുന്നതിനോട് ഏറ്റവും അടുത്ത് ആളുകൾ ഭയങ്കരമായിട്ട് ഓടുകയാണ്. ഇത്തിരി കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അപ്പുറത്ത്, അതായത് സംഹാരയുദ്ധയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചൂരൽമലയിലെ പുഴയുടെ അപ്പുറത്ത് മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, അട്ടാമല തുടങ്ങിയ പ്രദേശങ്ങളിൽ വന്നുപെട്ടിട്ടുള്ള ഏതാണ്ട് 1000-ലേറെ ആളുകളെ ഒരേ സമയം ഈ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റുക എന്ന പ്രധാനപ്പെട്ട പ്രശ്നം വരികയാണ്. ഊഴം മുറിച്ചു കിടക്കാൻ മാർഗങ്ങളൊന്നുമില്ല. NDRFൻ്റെ സംഘം എത്തിയിട്ട് അവിടുത്തെ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ആലിൽ നിന്ന് ഇപ്പുറത്തെ JCBയിലേക്ക് ഒരു വടം കെട്ടി അതിലൂടെ ആളുകളെ കടത്തി വിടുക എന്നത് കഴിച്ചാൽ മറ്റൊരു മാർഗവും മുമ്പിലില്ല. 5 മിനിറ്റിൽ ഏറ്റവും കൂടിയാൽ ഒരാളെ കൊണ്ടുവരാം. അതും ഗർഭിണികളൊക്കെ ആകുമ്പോൾ 2 പേർ ഒരുമിച്ച് നിന്ന് താങ്ങി പിടിച്ച് ഒരു വടത്തിലൂടെ കൊണ്ടുപോകും. ജനങ്ങൾ അപ്പുറത്തുപെട്ട് സൈക്കിക്കാവുകയാണ്. അപ്പുറത്തുപെട്ട ആളുകൾ മൃതദേഹങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ചുറ്റും മൃതദേഹങ്ങളാണ്. കാല് ചവിട്ടിയാൽ ഒരു മൃതദേഹ ഭാഗത്ത് ചെന്ന് നിൽക്കുന്ന വിധത്തിൽ അപ്പുറത്ത് നിന്ന് ആളുകളുടെ അലറി വിളിക്കുന്ന നിലവിളികൾ മാത്രം. സത്യത്തിൽ ആ നേരത്താണ് SOGയും നമ്മുടെ ഫയർഫോഴ്സും നമ്മുടെ പോലീസും നമ്മുടെ നാട്ടുകാരും ചേർന്നത് സാധാരണ നിലയിലുള്ള കോണികൾ, ഇരുമ്പ് കോണികൾ ചേർത്ത് വെച്ച് കയറുകൊണ്ട് കെട്ടി പുഴയ്ക്ക് കുറുകെ നീണ്ട കവുങ്ങിട്ട് വടം കെട്ടി ആളുകൾ നിരന്തരമായി നിന്ന് പുഴയുടെ അപ്പുറത്ത് നിന്ന് ഏതാണ്ട് 7:30 മണിയാകുമ്പോഴേക്കും 486 ശബ്ദിക്കുന്ന മനുഷ്യ ശബ്ദങ്ങൾ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായി. അതോടുകൂടി ഒരു മനുഷ്യ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ആദ്യഘട്ടം. അപ്പം മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിൽ ആളുകൾ വല്ലാത്ത നിലവിളി കൂട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചതിലല്ല. ഞങ്ങൾ മനുഷ്യരെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ, അവർക്ക് എത്ര സൗകര്യം അപ്പുറത്ത് കിട്ടിയാലും അവർക്ക് ചുറ്റും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചെറു ശബ്ദങ്ങളും അവരുടെ കാലിൻ്റെ ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മൃതശരീരങ്ങളും സൈക്കിക്കായി മനുഷ്യനെ കൊല്ലാൻ പോലും സാധ്യതയുണ്ട്. ആ അകപ്പെട്ട ഗ്രാമത്തിനകത്ത് നിന്ന് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ പുറത്തെത്തിച്ചത് 1000-ലേറെ മനുഷ്യജീവനുകളാണ്. 1000-ലേറെ മനുഷ്യജീവനുകൾ. അതാണ് നമ്മുടെ ഒന്നാമത്തെ റിക്കവറിയുടെ ഘട്ടം. അതോടൊപ്പം നിരവധി മൃതദേഹങ്ങൾ, കണക്ക് പറഞ്ഞാൽ നമ്മൾ പേടിക്കും. ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ളത് 231 പൂർണ്ണ മൃതശരീരങ്ങളും 211 ശരീരഭാഗങ്ങളുമാണ്. 442 എണ്ണം. അതിൽ 178 മൃതശരീരങ്ങളും 2 മൃതശരീര ഭാഗങ്ങളും മാത്രം നാം തിരിച്ചറിഞ്ഞു. ബാക്കിയെല്ലാം DNA ടെസ്റ്റ് നടത്തി DNA ടെസ്റ്റിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾക്കനുസരിച്ച് കാണാതായ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ നടത്തി എന്നിട്ട് വേണം ആരാണ് മരണപ്പെട്ടത് എന്ന് പൂർണ്ണമായി തിരിച്ചറിയാം. യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില രംഗങ്ങൾ മരണത്തിന് ശേഷം, ഈ ദുരന്തങ്ങൾക്ക് ശേഷം വലിയ പ്രളയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗംഗാനദിയുടെ തീരത്ത് തുടർച്ചയായി അഴുകിച്ചേരുന്ന ഒഴുകി വരുന്ന മൃതശരീരങ്ങൾ ഏതാണ്ട് അരിപ്പ പോലെ JCBയിൽ കോരി JCB കൊണ്ട് കുഴിച്ചിട്ടുള്ള വലിയ ശവക്കുഴിയിൽ ഇതെല്ലാം ഒരുമിച്ചിട്ട് മൂടുന്ന വളരെ അപകടകരമായിട്ടുള്ള ചിത്രങ്ങളാണ്. ശിരൂരിൽ നമ്മൾ കണ്ടത് അതാണ്.
അന്വേഷണത്തിൻ്റെ ഭാഗമായി അർജുനനെ കിട്ടാതായപ്പോൾ ഇടയിൽ കിട്ടിയ മൃതശരീരാവശിഷ്ടങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത വിധം ഒരുമിച്ച് സംസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഇവിടെ അതായിരുന്നില്ല. ഇവിടെ 178 മൃതശരീരങ്ങളും 2 മൃതശരീര ഭാഗങ്ങളും മാത്രം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത മൃതശരീരങ്ങളും മൃതശരീര ഭാഗങ്ങളും ഇത്രമാത്രം ബഹുമാനത്തോടെ മറവ് ചെയ്യാൻ കഴിയും എന്ന് കരുതാത്ത വിധത്തിൽ വലിയ ഇടപെടൽ മൃതശരീരങ്ങളും ഒരു ആംബുലൻസ് ഒരു മൃതദേഹ ഭാഗത്തിന് പോലും ഒരു ആംബുലൻസ് അനുവദിക്കുക എന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. ഒരു മൃതശരീരത്തിന് മാത്രമല്ല, ഒരു മൃതശരീര ഭാഗത്തിനും ഒരു ആംബുലൻസ് എന്ന് മാത്രമല്ല, ഓരോ മൃതശരീര ഭാഗങ്ങളും കൊണ്ടുവന്ന് വെച്ചാൽ ശരീരഭാഗങ്ങൾക്ക് പോലും സർവമത പ്രാർത്ഥന, പോലീസിൻ്റെ അന്ത്യാഭിവാദ്യം. ഇത് കഴിഞ്ഞാൽ മൃതശരീരങ്ങൾക്കും മൃതശരീര ഭാഗങ്ങൾക്കും പ്രത്യേകമായ അതേ അളവിലുള്ള കുഴി. ആ ഓരോ കുഴിയിലേക്കും ഓരോ മൃതശരീര ഭാഗങ്ങളും നമ്പറിട്ട് ആ നമ്പർ മാറിപ്പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കപ്പിൽ, ദ്രവിച്ചു പോകാതിരിക്കാനുള്ള പ്ലാസ്റ്റിക് കപ്പിൽ വീണ്ടും നമ്പർ എഴുതിയിട്ട് മൃതശരീരത്തിൻ്റെ കുഴിയോട് ചേർത്ത് വെച്ച് കുഴി മൂടി കുഴിയുടെ തലയ്ക്കൽ ഒരു കോൺക്രീറ്റ് കാൽ സ്ഥാപിച്ച കാലിൽ DNA ടെസ്റ്റിൻ്റെ നമ്പർ എഴുതി വയ്ക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഈ DNA ടെസ്റ്റ് ഇനി മനുഷ്യ ശരീരത്തിലെ രക്തസാമ്പിളുകളുമായി കൂട്ടിയോജിക്കുമ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞായിരിക്കും തിരിച്ചറിയുക ഈ കുഴിയിൽ കിടക്കുന്ന ശരീരത്തിലൊരു ഭാഗം എൻ്റെ അച്ഛൻ്റെ ആയിരുന്നു, എൻ്റെ അമ്മയുടെ ആയിരുന്നു, എൻ്റെ സഹോദരൻ്റെ ആയിരുന്നു. ആ ഘട്ടത്തിൽ അവർ തിരിച്ചു വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ശരീരഭാഗം എവിടെയാണ് നിങ്ങൾ മറവ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരിടം, അയാൾക്ക് പ്രാർത്ഥിക്കാൻ, അയാൾക്ക് പൊട്ടിക്കരയാൻ, അയാൾക്ക് സ്വസ്ഥമായിരിക്കാൻ ഒരിടം. എന്ന് മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ മൃതശരീരം സംസ്കരിക്കുന്ന നേരത്ത് ഞാൻ ഇല്ലാതെ പോയല്ലോ എന്ന് അയാൾ പ്രയാസപ്പെടാതിരിക്കാൻ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ മൃതശരീരം പോലെ 6 പേർ ഒരു വില്ലേജ് ഓഫീസറുടെയോ റവന്യൂ ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിൽ കുഴിയിലേക്ക് ചെന്ന് സകല ബഹുമാനത്തോടും കൂടി ഓരോ മൃതശരീരങ്ങളും ആ കുഴിയിലേക്ക് നിക്ഷേപിക്കുക. ഞാനിപ്പോൾ ഇങ്ങോട്ട് പോരുന്ന അവസാനത്തെ ദിവസം വൈകുന്നേരം മൃതശരീരങ്ങളെല്ലാം കുഴിച്ചിട്ട മറവ് ചെയ്ത പുത്തൻമലയിലെ 1 ഏക്കർ ഭൂമിയിലേക്ക് പോയി. സാധാരണ ഒരു ശവക്കോട്ടയിൽ പോയാൽ മരണപ്പെട്ടത് എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവന് വേണ്ടി ഒരു കല്ലറ തീർക്കും. ആ കല്ലറയ്ക്ക് പുറത്ത് ഗ്രാനൈറ്റിൽ തന്നെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, സഹോദരൻ്റെ പേര്, മരണപ്പെട്ടയാളുടെ പേര്, അയാൾ ജനിച്ച വർഷം, അയാളുടെ വീട്ടുപേര്, അയാളുടെ നാട്ടുപേര്, ഏതാണ്ട് 280-ലധികം കുഴികൾ. ആ കുഴിക്ക് മീതെ നാട്ടിയ കോൺക്രീറ്റ് പോസ്റ്റിൽ പേരില്ലാതെ നമ്പറുകൾ മാത്രമായി ഉച്ചവരെ കാത്തിരിക്കുന്ന വളരെ ഭീകരമായൊരു ചിത്രം പുത്തൻമലയിലെ ഈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളറിയാതെ കുഴിച്ചിടപ്പെട്ട മനുഷ്യരുടെ മൃതശരീരങ്ങളുടെ ശരീരഭാഗമാണ്. പക്ഷെ സർക്കാരിന് ധൈര്യമായിട്ട് പറയാൻ കഴിയും, ഒരു മൃതശരീരവും അനാദരവ് കാണിച്ചില്ല. ആരുടേതാണെന്നറിയാത്ത മൃതശരീര ഭാഗങ്ങൾ, ബിജുവിന് പറഞ്ഞാൽ ചിലപ്പോൾ പേടി തോന്നും, മൃതശരീരം മാത്രമല്ല കൈയും കാലും തലയും ഉടലിൻ്റെ മറ്റു ഭാഗങ്ങളും ഇൻറ്റേർണൽ പാർട്സും ഓരോന്നും വ്യത്യസ്തമായി DNA നമ്പറുകളോടെ അവിടെ കുഴിച്ചിടുന്ന കാഴ്ച. സത്യത്തിൽ പറയുമ്പോൾ എനിക്ക് ഒരർത്ഥത്തിൽ തോന്നുന്നൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ വേണ്ടത്ര രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഉണ്ടാകുന്നില്ല എന്ന പേടി നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ആയിരക്കണക്കിന് പേരറിയാത്ത, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു നാട്ടിലേക്ക്, കാണാത്ത മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് തലേന്ന് പോലും പേര് കേട്ടാൽ, കൊടിയുടെ നിറം കണ്ടാൽ ആയുധമെടുത്ത് പരസ്പരം ആക്രമിക്കുന്ന ഓരോ സംഘടനകളുടെയും പേരുകൾ അവരുടെ ശരീരത്തിലെ ടീഷർട്ടിൽ അണിഞ്ഞ് ആ പേരുകൾ ഏതാണെന്ന് നോക്കാതെ പേരറിയാത്ത മനുഷ്യരുടെ മൃതശരീരങ്ങൾ എല്ലാ ബഹുമാനത്തോടു കൂടി പെരുമഴയത്ത് സംസ്കരിക്കുന്ന കാഴ്ച കണ്ണീരോടെ അല്ലാതെ, എന്നാൽ യുവത്വത്തിൻ്റെ ഈ കൂടിച്ചേരലിൻ്റെ ഇതാണ് മലയാളം എന്ന് കാണുന്ന വിധത്തിൽ. ഇത് കേരളമാണ്, അത് വളരെ വ്യക്തമാണ്. സഹകരിച്ച മനുഷ്യരുടെ കണക്ക് നമുക്ക് പറഞ്ഞെത്തിക്കാൻ പറ്റില്ല അല്ലേ? സഹകരിച്ച മനുഷ്യരുടെ കണക്ക് പറഞ്ഞെത്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാവരും ഇനി ചെയ്യേണ്ട ഒരു വലിയ കടമയുണ്ട്. ചൂരൽമലയ്ക്ക് വേണ്ടി, വയനാടിന് വേണ്ടി ഒരു പുതിയ ലോകം നമുക്ക് പടുത്തുയർത്തേണ്ടതുണ്ട്. ചൂരൽമലയ്ക്കും വയനാടിനും വേണ്ടി ഒരു പുതിയ ലോകം പടുത്തുയർത്തുക എന്ന വലിയ ഉത്തരവാദിത്തം സാധാരണ നിലയിൽ നമുക്ക് നിർവഹിക്കാൻ ഇപ്പോൾ സാധിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത് മലയാളത്തിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് തോന്നുന്ന ചിന്തകളായിരിക്കില്ല ഇപ്പോൾ തോന്നുന്നത്. കാരണം ഈ പുനർനിർമ്മാണം നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് വീട് പണിത് കൊടുക്കലല്ല, നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് ഭൂമി കൊടുക്കലല്ല, വീട്ടിലേക്കുള്ള വഴി കൊടുക്കലല്ല, അതിനു വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റിയും വെള്ളവും കൊടുക്കലല്ല, അവരെ സമഗ്രമായി പുനർനിർമ്മിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കേരളം ഏറ്റെടുക്കാൻ.
അതിൽ നമുക്ക് നിർവഹിക്കാനുള്ളൊരു ചുമതലയുണ്ട്. അത് നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ കുഞ്ഞു മക്കൾ കൊടുക്കുന്ന ചില്ലറ തുട്ടുകൾ കൂട്ടിവെച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രമല്ല, പണം പോലുമല്ല. 1 കോടി രൂപ കൊടുത്തു, 2 കോടി കൊടുത്തു, 5 കോടി കൊടുത്തു, 10 കോടി കൊടുത്തു. കോടികൾ കൊടുത്തവർ മാത്രമല്ല ഈ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിയുക. 30-ാം തീയതി രാത്രി ഏതാണ്ട് 12:45 നേരത്ത് ആശുപത്രിയിൽ കിടക്കുന്ന ഓരോരുത്തരുടെ അടുക്കേക്കും ഞാനും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കൂടി നടന്നു പോകുമ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു കിളി ചലച്ചു. ഒരു വാട്സപ്പ് സന്ദേശം വന്നു എന്നാണ് കിളി ചലച്ചതിൻ്റെ ശബ്ദം സൂചിപ്പിക്കുന്നത്. ആ വാട്സപ്പ് സന്ദേശം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ആ വാട്സപ്പ് സന്ദേശം എൻ്റെ പ്രായമില്ലാത്ത ഒരമ്മയുടെ സന്ദേശമാണ്. 2 കുട്ടികളെ പറ്റതിൻ്റെ ഭാഗമായി അമ്മയായ നമ്മുടെയൊക്കെ സഹോദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ സന്ദേശം. അവിടെ മുലപ്പാൽ കൊടുക്കേണ്ട കുട്ടികൾ നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ നിറമാറുമായി ഒരമ്മ കാത്തിരിക്കുന്നുണ്ട് എന്നവരറിയിക്കും. അതാണ് മലയാളം. നിറമാറുമായി മുല കൊടുക്കേണ്ട കുട്ടികൾക്ക് അതും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മലയാളത്തിൻ്റെ മാതൃത്വമാണ് യഥാർത്ഥത്തിൽ ചൂരൽമലയെ പുനർനിർമ്മിക്കുന്നതിൽ നമ്മുടെ കരുത്തും നമ്മുടെ ബലവും. മിനിസ്റ്റർ ഒരു വാക്ക് കൃത്യമായി ചോദിച്ചോട്ടെ എന്ന് വെച്ചാൽ സൈഡിൽ കൂടെ ഒരു ഭാഗത്തു കൂടെ കുറച്ച് കുത്തിത്തിരിപ്പുകൾ പോകുന്നുണ്ട്. ആ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. എന്ന് വെച്ചാൽ നമ്മളെ വില കുറച്ച് കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തെ വില കുറച്ച് കാണുന്ന രീതിയിൽ, അവിടെ ഇതിനു മുമ്പും ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ പുനരധിവാസവും കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു പുനരധിവാസം അവിടെ നടക്കുമെന്നുള്ളത് ഉറപ്പല്ലേ? ഞാൻ 100% ഈ ക്യാബിനറ്റിൻ്റെ ഉപസമിതിക്ക് വേണ്ടി എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു. ഒരുപക്ഷെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മലയാളത്തിൻ്റെ ഒരു പുനർനിർമ്മാണമായിരിക്കും യഥാർത്ഥത്തിൽ അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീടില്ലാത്തവർക്കും വീടും ഭൂമിയില്ലാത്തവർക്കും ഭൂമിയും വെളിച്ചവും വെള്ളവും മാത്രമല്ല, എന്തെല്ലാമാണോ ചൂരൽമലയ്ക്ക് നഷ്ടപ്പെട്ടത് അതെല്ലാം തിരിച്ചു കൊടുക്കാനും നമുക്കാവില്ല. പക്ഷെ ചൂരൽമല നഷ്ടപ്പെട്ടവരെ ഓർത്ത് ഇനി വേദനിക്കരുത്. അവരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം അവരില്ലാത്ത കാലത്ത് അവർക്ക് വേണ്ടി മലയാളിക്ക് കൊടുക്കുക എന്ന ഒരു വലിയ കർത്തവ്യം നമുക്ക് നിർവഹിക്കാനുണ്ട്. അതിനിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായം പറഞ്ഞു വരുന്നതൊന്നും നമുക്കിപ്പോൾ ഒരു പ്രയാസമേ അല്ല. കാരണം മലയാളിക്ക് ഇപ്പോൾ ഒറ്റ ശബ്ദമേ ഉള്ളൂ. ഗവൺമെൻറ് കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ഒറ്റപ്പെട്ടു പോയ വയനാടിന് വേണ്ടി ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ 99 പേരുടെ ഭൂരിപക്ഷമുള്ള ഒരു ഭരണപക്ഷത്തെക്കുറിച്ചല്ല നമ്മളിപ്പോൾ സർക്കാർ എന്ന് പറയുന്നത്. കേരളത്തെക്കുറിച്ചാണ്. 41 അംഗ പ്രതിപക്ഷത്തെക്കുറിച്ചുമല്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും പക്ഷമില്ലാത്തവരും ചേരുന്ന ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന മലയാളിയുടെ ഒറ്റ ശബ്ദമാണ് കേരളത്തിലെ ഗവൺമെൻറ്. അവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മുല കൊടുക്കാൻ മാറുകളുമായി നിൽക്കുന്ന അമ്മമാരുൾപ്പെടെയുള്ള മലയാളത്തിൻ്റെ ഓരോ ജീവാണുവും ഇനി വയനാടിൻ്റെ പുനരധിവാസം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്കായിരിക്കും, കർത്തവ്യത്തിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ കേൾക്കും താൽക്കാലികമായ പുനരധിവാസത്തിലെ പ്രയാസങ്ങൾ, സർക്കാർ 3 മാസത്തെ വാടക കൊടുത്ത് രക്ഷപ്പെടുമെന്ന അഭിപ്രായങ്ങൾ, ഇത് തുടർച്ചയായി ലഭ്യമാകുമോ എന്ന ചോദ്യങ്ങൾ. ഒരു കാര്യം ഞാൻ ബിജുവിനെ ഉറപ്പിച്ച് പറയാം, വയനാട്ടിലെ ഈ ദുരന്ത ഭൂമിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, അട്ടാമല, ചൂരൽമല എന്ന പേരുകളിൽ അറിയപ്പെട്ട ഈ ഗ്രാമങ്ങളിലേക്ക് ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇനി ചെന്ന് കയറാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്നവർക്കുൾപ്പെടെ ഈ വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ട സകല ജീവനുകൾക്കും ജീവിതവും ജീവിതത്തിന് നിറവും ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം മലയാളി ഒറ്റക്കെട്ടായി ജാതി, മത, രാഷ്ട്രീയ, വർണ്ണ, വർഗ, ലിംഗവ്യത്യാസമില്ലാതെ നടപ്പിലാക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ചൂരൽമല ലോകത്തിൻ്റെ മുമ്പിൽ പുനരധിവാസത്തിൻ്റെ കേരള മോഡലായി മാറുകയാണ്. അങ്ങനെ തന്നെ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വസ്തുതകളെ വ്യാജമായി പറയുമ്പോൾ സത്യം പറയേണ്ടതുണ്ട്. സിന്ധു സൂര്യകുമാർ, നിങ്ങൾ എത്ര നുണ പറഞ്ഞാലും ചെറുതായെങ്കിലും സത്യം കേൾക്കേണ്ടി വരും. നമുക്കും പറഞ്ഞു തുടങ്ങാം. ആദ്യ എപ്പിസോഡിൽ ഇത്രയും നിർത്തുന്നു. കുറച്ചുകൂടി വ്യക്തമായി അടുത്ത എപ്പിസോഡിൽ പറയാം. ഇതൊരു തുടക്കമാണ്.